നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നല്ലേ അച്ചോ സങ്കീർത്തനത്തിൽ പറയുന്നത്? എന്റെ മരണം വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ തകർച്ച ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കാണും. നിന്റെ ഭാരം യഹോവയെ ഏൽപ്പിക്കുക. നിനക്ക് വേണ്ടി അവൻ അത് നിർവഹിക്കും. ഇല്ലച്ചോ, എനിക്ക് വേണ്ടി ഇത് ഞാൻ തന്നെ ചെയ്യണം. എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ. ടെന്നിച്ച, നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയവരുടെ സർവ്വതും ഞാൻ നശിപ്പിക്കും. ഈ കല്ലറയിൽ കിടന്നുകൊണ്ട് ടെന്നിച്ചനത് കാണൂ. ഇത് ഞാൻ തരുന്ന വാക്കും സത്യവുമാണ്. എന്താ നിങ്ങളുടെ തീരുമാനം? അവളെ ഇവിടെ തന്നെ അങ്ങ് നിർത്തിയേക്കാനാണോ? കാര്യം അവള് വീട് വിറ്റു, സ്വർണവും വിറ്റു, സുധിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് പണവും ചെലവാക്കി. ബാക്കി പണം ഇപ്പോഴും അവളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? കിടക്കാൻ ഒരു സ്ഥലം പോലും അവൾക്കില്ല. അവള് സുധിയുടെ പെണ്ണ. അവൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അവൾ ഇവിടെ ജീവിക്കും. അയ്യോ, അതൊന്നും ശരിയാവില്ല. നാളെ നിത്യയ്ക്ക് ഒരു കല്യാണം കഴിക്കണം. അവൾക്കും ഭർത്താവും കുടുംബവും ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് നമുക്കൊരു ബാധ്യതയാകും ഇവള്. അത് മാത്രമല്ല, ഭർത്താവും മരിച്ചെങ്കിലും അവൾക്കും വേറൊരു കല്യാണം കഴിക്കണ്ടേ? അതോ അവള് ജീവിതകാലം മുഴുവൻ നിങ്ങളെ നോക്കി ഇവിടെ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കൂ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അവളുടെ കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനത്തിലെത്തണം. അമ്മ എന്താ ഈ പറയുന്നേ? ദേവയ്ക്ക് വേറെ വിവാഹം ആലോചിക്കണം, എന്നിട്ട് അത് നടത്തി കൊടുക്കണം. പക്ഷേ അതൊക്കെ ബാങ്കിൽ കിടക്കുന്ന അവളുടെ പണം കൊണ്ട് വേണം. അല്ലാതെ ആ ജാതകദോഷം പിടിച്ചവർക്ക് വേണ്ടിയേ നിന്റെ കീശേന്ന് കാശ് ഇറക്കരുത്. മനസ്സിലായോടാ മരമണ്ട? ജാതകദോഷം കൊണ്ടൊന്നും അല്ല സുധി മരിച്ചത്. അതിന് കാരണക്കാരി അമ്മ തന്നെയാ. ഞാനോ? യോ, ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? അമ്മ നിർബന്ധിച്ചോണ്ടല്ലേ അവരാ സമയത്ത് അമ്പലത്തിൽ പോയേ. ഇല്ലായിരുന്നെങ്കിലോ സുധിക്ക് അപകടം സംഭവിക്കുമായിരുന്നോ? അത് ശരി, ഇപ്പൊ കുറ്റവാളി ഞാനായി. അപ്പോ അതിനു മുമ്പ് ഇവിടെ നടന്നൊന്നും ദുശകനങ്ങളല്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെയാ അന്നവർ അമ്പലത്തിൽ പോയത്. വരാനുള്ളത് എപ്പോഴായാലും വരും. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എടാ, നീയും നിന്റെ ഭാര്യയും കൂടിയാ ഈ അഹങ്കാരം കാണിച്ചത്. ജാതകം നോക്കാതെ കല്യാണത്തിന് മുഹൂർത്തം തീരുമാനിച്ചത് ആരാ? നിങ്ങളല്ലേ? അത് മാത്രമല്ല, ആശുപത്രിക്കാരി മരുന്ന് മാറി കുത്തിവെച്ചിട്ടാ മരിച്ചെന്നും പറയുന്നുണ്ടല്ലോ. അയ്യോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അമ്പലത്തിൽ പോയി തൊഴാൻ പറഞ്ഞ ഞാനാ ഇപ്പൊ കുറ്റക്കാരി. അമ്മയുടെ ഒരു വാക്കാ എന്റെ മോന്റെ ജീവൻ കൊണ്ടുപോയത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കും അവന്റെ ഭാര്യയ്ക്കും മാത്രം. അവളിനെ ഈ വീട്ടിൽ ജീവിക്കും. അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായ ഈ വീട്ടിൽ എനിക്കും എന്റെ ഭാര്യയ്ക്കുള്ള അവകാശം ഞാൻ അവിടെ പേരിൽ എഴുതി കൊടുക്കും. എന്റെ ദൈവമേ! ശരത്തേട്ട മനഃപൂർവ്വം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? നിന്റെ വീടിന്റെ സുരക്ഷിതത്തെ കരുതിയാണ് ഞാൻ ആ കോമ്പൻസേഷൻ വാങ്ങിയത്. സുധിസാറിന്റെ മരണശേഷം ആ വീടിനൊരു സഹായമാവല്ലോ എന്ന് കരുതി. അതൊരു തെറ്റാണോ? ഒരിക്കലും അല്ല. എനിക്കറിഞ്ഞൂടെ ശരത്തേട്ടന്. പക്ഷെ നിന്റെ ഏട്ടത്തിക്ക് മാത്രം അത് മനസ്സിലാവുന്നില്ലല്ലോ. ശരത്തേട്ടന്റെ മനസ്സിന്റെ വലിപ്പം കാണാൻ അവർക്ക് പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് മനസ്സിലാവും. പിന്നെ ഞാനത് ഇത്രയും ദിവസം പറയായിരുന്നത് അത് മനഃപൂർവ്വം അല്ല. സ്വന്തം മകന്റെ മരണത്തിൽ ചങ്ക് തകർന്നിരിക്കുന്ന ഒരു അച്ഛനോടും അമ്മയോടും ഈ കോമ്പൻസേഷനെ കുറിച്ച് ഞാൻ എങ്ങനെ പറയാനാ? എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന നിന്റെ ഏട്ടത്തിയോട് ഭർത്താവിന്റെ ജീവന് പകരം കോമ്പൻസേഷൻ എന്റെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാ ഞാനത് തൽക്കാലം പറയാതിരുന്നത്. എല്ലാവരുടെയും മനസ്സിലെ വേദന കെട്ടടങ്ങിയ ശേഷം സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതി. അതെനിക്ക് തന്നെ ഇപ്പൊ വിനയായിട്ട് മാറി.
അതുകൊണ്ടാ ആ ചെക്ക് ഞാൻ എന്റെ പേഴ്സിൽ തന്നെ കൊണ്ടു നടന്നത്. അതൊന്നും സാരമില്ല. ശരത്തേട്ടന്റെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു സംശയവുമില്ല. എന്നാലും നിന്റെ ഏട്ടത്തിയുടെ മനസ്സ് മാറില്ലല്ലോ. അവരുടെ മനസ്സ് മാറുന്ന കാര്യമൊന്നും ശരത്തേട്ടൻ നോക്കണ്ട. മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവട്ടെ. എന്നാലും ശരത്തേട്ടൻ ആ ചെയിന് ബാങ്കുകാർക്ക് ഊരി കൊടുക്കേണ്ടിയിരുന്നില്ല. ഞാനിതെല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ്. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. എന്നാലും ആ ചെയിനൊരു 3-4 പവൻ വരില്ലേ? ആ, അതൊരു 4 പവനോളം ഉണ്ട്. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. സത്യത്തില് ആ ഡോക്ടർ വന്നതാ എല്ലാ കുഴപ്പത്തിനും കാരണം. ഞാൻ അങ്ങോട്ട് ആ സമയത്ത് വന്നത് തന്നെ ആ കോമ്പൻസേഷൻ കിട്ടിയ ചെക്കിന്റെ കാര്യം പറയാൻ വേണ്ടിയാ. അതിന്റെ ഇടയിൽ അയാൾ അത് കുളമാക്കി. ഇപ്പതേ നിന്റെ ഏട്ടത്തി ആ ചെക്ക് തിരിച്ചു കൊടുത്തു. 20 ലക്ഷം രൂപ ഹോസ്പിറ്റലുകാർക്ക് ലാഭം. ആ പണം തിരിച്ചു കൊടുത്തതിന് മുത്തശ്ശി അവരെ കൊന്നില്ലെന്നേ ഉള്ളൂ. ആ പണം കൊണ്ട് എന്തൊക്കെ ചെയ്യായിരുന്നു അതൊന്നും ഏട്ടത്തി ഓർത്തില്ല. നഷ്ടപ്പെട്ടത് എനിക്കാ. അല്ലല്ല, നമ്മുടെ കുടുംബത്തിന്. സുധി സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ആ പണം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞേനെ. അതാ നിന്റെ ഏട്ടത്തി ഇല്ലാതാക്കി കളഞ്ഞത്. അല്ല, ആ ചെക്ക് തിരിച്ചു കൊടുത്തതിന് നിന്റെ അച്ഛനും അമ്മയൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലെങ്കിലും അത് തിരിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ലെന്ന് തന്നെയാ അവരുടെ മനസ്സിലും. ബുദ്ധിയില്ലാതെ എടുത്തിയാടി ഓരോന്ന് ചെയ്യും. അല്ല, നിന്റെ ഏട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ ഭർത്താവിന്റെ മരണം കൊണ്ട് അവരുടെ മനസ്സിന്റെ സമനില തെറ്റിക്കാണും. നിത്യ, എന്റെ നിരപരാധിത്വം നീ എങ്ങനെയെങ്കിലും നിന്റെ ഏട്ടത്തെ പറയുന്നത് മനസ്സിലാക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിച്ച് ഞാൻ ആ വീട്ടിലേക്ക് കയറി വരുമ്പോ അന്നും അവരെന്നെ സംശയത്തോടെ മാത്രമേ നോക്കൂ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ സുധി സാറിന്റെ അച്ഛനും അമ്മയും എന്റെ സ്വന്തം അച്ഛനമ്മമാരാ. ആ വീടെന്റെ സ്വന്തം വീടാ. അവിടെ ഉള്ളവരെല്ലാം സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ആ സമയത്ത് നിന്റെ ഏട്ടത്തി മാത്രം എന്നെ സംശയിച്ച എനിക്ക് പിന്നെ ആ വീട്ടിൽ മനസ്സമാനത്തോടെ നിൽക്കാൻ കഴിയില്ല. ശരത്തേട്ടൻ വിഷമിക്കണ്ട, ഞാൻ ഏട്ടത്തി പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഉം. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ, സമയം ഒരുപാടായി. അല്ല, ഞാൻ കൊണ്ടുവിടണോ? ഏയ് വേണ്ട, ഞാൻ പൊക്കോളാം. നിന്നെ കൊണ്ട് തന്നെ ഞാൻ എല്ലാം ചെയ്യിക്കും. നീയാണ് എന്റെ തുറുപ്പ് ചീട്ട്. മോളെവിടെ സർ? മുറിയിലുണ്ട്. മോനെ, എന്താ സർ? ശ്രുതിമോള് ഇന്നൊന്നും കഴിച്ചിട്ടില്ല. പിണങ്ങി നേരത്തെ മുറി പോയി കിടന്നതാ. എന്തു പറ്റി സർ? എന്താ പ്രോബ്ലം? അത് ആ കുട്ടി ദേവിക, അവള് വന്നിട്ടില്ല. അതാ പ്രശ്നം. ആ കുട്ടി ഇനി വരില്ലേ മോനെ? എനിക്കറിയില്ല സർ. നമുക്കൊരാളോട് ഒരു സഹായം ചോദിക്കാനല്ലേ പറ്റൂ. അത് ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും മോൻ ചെന്ന് മോളെ ഒന്ന് സമാധാനിപ്പിക്ക. എന്നിട്ട് വിളിച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്ക. മോളൊന്ന് എണീറ്റേ. അച്ഛനല്ലേ പറയുന്നത്? പ്ലീസ് എഴുന്നേക്ക്. എഴുന്നേക്ക് മോളെ.
ദേവി ആന്റി വന്നില്ലല്ലേ? ആന്റി ഇനി വരില്ലേ അച്ഛാ?